ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ 3 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിൽ ഇത്തരത്തിൽ പുതിയ അപ്ഡേറ്റുകളെല്ലാം വരുമ്പോൾ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അപ്ഡേറ്റുകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചില വീഡിയോകളുടെ താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ആരാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ വ്യക്തിക്ക് അതിൽ കൊടുത്തിട്ടുള്ള സോങ്, അതിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ഉപയോഗിക്കാൻ പറ്റും. ആ സോങ് ഉപയോഗിച്ചിട്ട്, അതായത് അതിലുള്ള സാമ്പിൾ ഉപയോഗിച്ച് അവർക്ക് അവരുടേതായ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ അവർ ഉപയോഗിക്കണോ അതല്ല വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം ആ കണ്ടന്റ് ക്രിയേറ്റ്, ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കാണുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ക്രോം ബ്രൗസറിൽ സ്റ്റുഡിയോ ബീറ്റ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത്തരത്തിൽ വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഈ ഓരോ വീഡിയോയുടെ ഒപ്പമുള്ള ഈ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. എത്ര ടിക്ക് മാർക്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷോർട്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഷോർട്ട് സാമ്പിളിംഗ് എന്നുള്ള ഇവിടെ കണ്ടു, ഇവിടെ അലോ സാമ്പിളിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോണ്ട് അലോ സാമ്പിളിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഡോണ്ട് അലോ സാമ്പിളിംഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടല്ലോ, നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴെയാണ് ഈ ഒരു ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ക്രിയേറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വ്യക്തി അവരുടേതായ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നില്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള സോങ് മ്യൂട്ട് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഇഷ്ടമാണ്. അലോ കൊടുക്കണോ അതല്ല ഡോണ്ട് അലോ സാമ്പിളിംഗ് എന്നുള്ളത് കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ആ ഒരു സെറ്റിങ്സ് പറഞ്ഞു തന്നു എന്ന് മാത്രം, പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് എങ്ങനെ ചൂസ് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓരോ ക്രിയേറ്ററിൻ്റെ ഇഷ്ടമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷോർട്സിൻ്റെ അനലിറ്റിക്സ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരുപാട് പേർക്ക് ഇത് മുമ്പേ ഉള്ള അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയില്ല എന്നുള്ള സ്ഥിതിക്ക് ഈ ഒരു അപ്ഡേറ്റും കൂടി പറഞ്ഞു തരികയാണ്. അതായത് YT സ്റ്റുഡിയോയിൽ റിയൽ ടൈം വ്യൂസ് എന്ന് പറയുന്നത് 48 മണിക്കൂറത്തെ കാണിക്കുന്നതായിരിക്കും. ആ ഒരു റിയൽ ടൈം വ്യൂസ് ഇപ്പോൾ ഓരോ വ്യൂസും കൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 16,000, 20,000, 20,000 അങ്ങനെയുള്ള ഒരു ബണ്ടലായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 20,000, 16,000, 15,000 അങ്ങനെയുള്ള തോതിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഓരോ റിയൽ വ്യൂസും 1, 2 എത്ര നിങ്ങളുടെ റിയൽ വ്യൂസ് കൂടുന്നുണ്ടോ അതെല്ലാം ഈ ഒരു റിയൽ ടൈം വ്യൂസ് എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റ് മുമ്പേ വന്നതാണ്, എന്നിരുന്നാലും ഇതിലൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.